ദൈവാനുഗ്രഹങ്ങൾ വൺ വേ ട്രാഫിക് അല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 17 22 മുതൽ 31 വരെ. ചിന്തയ്ക്കായിട്ട് 28 വാക്യം. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ നോർമൻ വിൻസെൻ്റ് പീൽ ഒരു പ്രസംഗത്തിൽ ഉദ്ധരിച്ച ഒരു സംഭവകഥ ഇവിടെ പകർത്തുകയാണ്. വളരെ തിരക്കേറിയ ജീവിത വ്യാപാരങ്ങളിലേർപ്പെട്ടിരുന്ന ദമ്പതികളുടെ കഥ. സാമൂഹികവും സാംസ്കാരികവുമായ രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിനും സമയമില്ലായിരുന്നു. നിരവധി ജോലികൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട്. പള്ളിയിൽ പോകുന്ന പതിവ് തന്നെ ഇല്ലാതായി. ഞായറാഴ്ച രാവിലെ ഉണരുന്നത് വളരെ ക്ഷീണിച്ചാണ്. അതുകൊണ്ട് സുഖമായി ഒന്ന് ഉറങ്ങണമെന്നാണ് അവരുടെ ആഗ്രഹം. കായികമായും മാനസികമായും അവർ ക്ഷീണിച്ചു. ഭർത്താവ് ഹൃദ്രോഗബാധിതനായി. ഭാര്യയ്ക്ക് ഇടുപ്പിന് ഒരു വേദനയും. രണ്ടുപേർക്ക് സുഖമില്ല. ഒരു ദിവസം ആ ദമ്പതികൾ ഒരു ടെലിവിഷൻ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ ആത്മീയമായ ചികിത്സാ പദ്ധതിയിലൂടെ സുഖം പ്രാപിക്കും എന്ന വിഷയത്തെപ്പറ്റിയുള്ള ഒരു പ്രസംഗ പരിപാടി അവർ ശ്രദ്ധിച്ചു. നാമമാത്രമായി മതം കൊണ്ടു നടക്കാതെ, അഥവാ മതത്തെ നിസ്സാരമായി തള്ളാതെ, അനുപേക്ഷ്യമായ ഒന്നായി അതിനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഈ ചികിത്സാ പദ്ധതി പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് ആ പ്രസംഗകൻ ഊന്നി പറയുകയുണ്ടായി. ഈ പ്രസംഗകൻ്റെ വാക്കുകൾ രണ്ടുപേരുടെയും ഹൃദയങ്ങളിൽ തറച്ചു. അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ ദൈവത്തെ അന്വേഷിക്കുകയായി. ഭർത്താവ് ദൈവസന്നിധിയിൽ സ്വജീവിതം പൂർണ്ണമായും സമർപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ ആ ഭർത്താവ് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ആകെപ്പാടെ ഒരു ഉന്മേഷം തോന്നുന്നു. എൻ്റെ അസുഖം മുഴുവൻ നീങ്ങിയതുപോലെ. എനിക്ക് നല്ല ആരോഗ്യവും സന്തോഷവും തോന്നുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു വൈദ്യ പരിശോധനയ്ക്കായി അദ്ദേഹം ഡോക്ടറെ സമീപിച്ചു. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ അത്ഭുതത്തോടെ പറഞ്ഞു, നിങ്ങളുടെ രക്തസമ്മർദ്ദം തികച്ചും സാധാരണഗതിയിലായിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിനും എന്തെങ്കിലും അസുഖമുള്ളതായി ഞാൻ കാണുന്നില്ല. ദൈവം എനിക്ക് ഒരു പുതിയ ഹൃദയം തന്നതായിരിക്കാം, ആ മനുഷ്യൻ പ്രതിവചിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യയും തൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. ഒരു ദിവസം ആ സ്ത്രീയുടെ ഇടപ്പിൽ കടുത്ത ചൂട് തോന്നി. ആ ചൂട് മെല്ലെ മാറിയതോടെ അവരുടെ ഇടുപ്പിൻ്റെ വേദനയും എന്നേക്കുമായി മാറി. നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു മഹാസത്യമാണ് ആ ദമ്പതികളുടെ കഥ സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനങ്ങൾ ഒരു വൺ വേ ട്രാഫിക് അല്ല. അറുതിയില്ലാതെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ നാം സ്വീകരിക്കാൻ മാത്രം ഒരുങ്ങിയിരുന്നാൽ പോരാ, വാങ്ങുകയും കൊടുക്കുകയും വേണം. നമ്മെ തന്നെ പൂർണ്ണമായി അർപ്പിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇടമുറിയാതെ നമ്മിലേക്ക് ഒഴുകി വരൂ. വൈദ്യുത ശക്തി ഉൽപ്പാദന കേന്ദ്രമായ ഒരു ഡൈനോമോയിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഒരു യന്ത്രത്തെ പ്രവർത്തിച്ച ശേഷം വീണ്ടും അതിൻ്റെ കേന്ദ്ര സ്ഥാനത്തെത്തുന്നു. പക്ഷേ യന്ത്രം ആ ശക്തി കേന്ദ്രത്തോട് ബന്ധിപ്പിച്ചേ തീരൂ. ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാതെ നമുക്ക് ആരോഗ്യവും സ്വസ്ഥതയും നിലനിർത്താൻ സാധ്യമല്ല. ഇന്നത്തെ വേദവായന ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവരെ പറ്റിയാണ്. ഞാൻ നിങ്ങൾക്ക് പകുതി ജീവൻ നൽകാമെന്നോ അടുക്കും ക്രമവുമില്ലാത്ത ജീവൻ നൽകാമെന്നോ ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല. ഞാൻ ജീവൻ നൽകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ജീവനിലാണ് നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യേണ്ടത്. ഓർക്കണമേ, നീതിയുടെ പൂർത്തീകരണമാണ് കാരുണ്യം. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.